മൂന്നാം ലോക രാജ്യങ്ങളിൽ നിന്നും അമേരിക്കയിലേക്കുള്ള കുടിയേറ്റം അവസാനിപ്പിക്കാൻ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് രാഷ്ട്രീയ അഭയം തേടിയെത്തുന്നവരുടെ ഗ്രീൻ കാർഡ് ഒഴിവാക്കും. വൈറ്റ് ഹൗസിനടുത്ത് അഫ്ഗാൻ പൗരന്റെ ആക്രമണത്തിൽ നാഷണൽ ഗാർഡ് കൊല്ലപ്പെട്ട സാഹചര്യത്തിലാണ് ട്രംപിന്റെ നീക്കം. അഫ്ഗാനിസ്ഥാൻ പാസ്പോർട്ടുള്ളവർക്ക് അമേരിക്കയിലേക്കുള്ള കുടിയേറ്റം തടഞ്ഞതായും US സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് വ്യക്തമാക്കി. വിശദാംശങ്ങളുമായി ഇന്ത്യൻ നാഷണൽ ഡെസ്ക് ഇതിന് മൈസൺ ജോസ് ചേരുകയാണ്. ഐസൺ, ഈ ട്രംപ് രണ്ടാം വട്ടവും അധികാരത്തിൽ വന്നതിന് ശേഷം കുടിയേറ്റത്തിനെതിരെ കർക്കശമായ നിലപാടാണ് സ്വീകരിക്കുന്നത്. മെക്സിക്കോയുടെ സാഹചര്യമടക്കം നമുക്കറിയാം. ഇവിടെ അഫ്ഗാൻ പൗരന്റെ ആക്രമണത്തിൽ നാഷണൽ ഗാർഡ് കൊല്ലപ്പെട്ട ഒരു സാഹചര്യം കൂടി മുന്നിൽ നിൽക്കെ നിലപാട് ഒന്നുകൂടി കർക്കശമാക്കാനാണ് തീരുമാനമല്ലേ? തീർച്ചയായും സുരേഷ്, നിലപാട് കർശനമാക്കുകയാണ്. നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ ഈ മെക്സിക്കോ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിൽ നിന്നുള്ള അനധികൃത കുടിയേറ്റക്കാരെയാണ് കൃത്യമായി നിയന്ത്രിക്കാനുള്ള ഒരു നീക്കം ട്രംപ് നടത്തിയത്. അതേസമയം നിയമാനുസൃതമായ കുടിയേറ്റം സംബന്ധിച്ച് വലിയ നിയന്ത്രണങ്ങളൊന്നും അന്ന് കൊണ്ടുവരുന്നതിനെ കാര്യക്ഷമമായ ഇടപെടൽ നടത്തിയിരുന്നില്ല. നമുക്കറിയാവുന്നതാണ്, പല രീതിയിൽ അതിർത്തി കടന്നെത്തി അവിടെ സ്ഥിരതാമസമാക്കി അവരെ പലതരം ജോലികളിൽ ഏർപ്പെട്ടൊക്കെ ജീവിക്കുന്ന സാഹചര്യം അമേരിക്കയിലുണ്ടായിരുന്നു. അത്തരക്കാരെ ഒഴിവാക്കുന്നതിനുള്ളൊരു നീക്കമാണ് നേരത്തെ ഈ അനധികൃത കുടിയേറ്റക്കാരെയാണ് കൃത്യമായി ലക്ഷ്യം വെച്ചതെങ്കിൽ ഇപ്പോൾ ലക്ഷ്യം വയ്ക്കുന്നത് കൃത്യമായും 19 രാജ്യങ്ങളാണ് എന്നാണ് അറിയാൻ സാധിക്കുന്നത്. 19ഓളം രാജ്യങ്ങളിലെ നേരത്തെ തന്നെ ഒരു ഹിറ്റ് ലിസ്റ്റ് എന്നൊക്കെ പറയാവുന്ന രീതിയിൽ ഉൾപ്പെടുത്തിയ 19ഓളം രാജ്യങ്ങളിലെ ജനങ്ങളെ കൃത്യമായും അവിടെ നിന്നുള്ളവരെ, ആ പാസ്പോർട്ടുള്ളവരെയൊക്കെ അമേരിക്കയിലേക്ക് ഇമിഗ്രേഷൻ ലഭ്യമാകുന്നതിന് അല്ലെങ്കിൽ അമേരിക്കയിലേക്ക് വരുന്നതിനുള്ള സാധ്യത ഒഴിവാക്കുന്നതിനുള്ള നീക്കങ്ങൾ നടത്തുന്നതിൻ്റെ ഭാഗമായാണ് ഇവർക്കെല്ലാം വിസ നിഷേധിക്കാനും ഗ്രീൻ കാർഡ് നിഷേധിക്കാനും റെസിഡൻറ്റ് വിസയൊക്കെ നിഷേധിക്കാനുള്ള ഒരു തീരുമാനം ഇപ്പോൾ ട്രംപ് എടുത്തിരിക്കുന്നത്. മൂന്നാം ലോക രാജ്യങ്ങൾ എന്ന് പറയുന്നതിൽ ചില അവ്യക്തതകൾ നിലനിൽക്കുന്നുണ്ട് എങ്കിൽ കൂടി ഈ 19ഓളം രാജ്യങ്ങൾ, നേരത്തെ തന്നെ ട്രംപ് സൂചിപ്പിച്ച അപകടകരമായ രീതിയിൽ കണക്കാക്കപ്പെടുന്ന 19ഓളം രാജ്യങ്ങളിൽ നിന്നുള്ള കുടിയേറ്റക്കാരെ പൂർണ്ണമായും നിയന്ത്രിക്കണമെന്ന നിലപാട് തന്നെയാണ് ഇപ്പോൾ സ്വീകരിച്ചിരിക്കുന്നത്. മറ്റൊരു പ്രധാന വിഷയം എടുത്തു പറയേണ്ടത് അഫ്ഗാനിസ്ഥാനിൽ നിന്നുള്ള കുടിയേറ്റക്കാരെ നിയന്ത്രിക്കുന്നതിനുള്ള നീക്കം നടത്തുമെന്നാണ്. ഈ പ്രശ്നം വരുന്നത് 2021 മുതലാണ്. 2021 അഫ്ഗാനിസ്ഥാനിൽ നിന്നും അമേരിക്കൻ സൈന്യം പിന്മാറിയതോടെ ആ സൈന്യം പിന്മാറിയ ആ ഒരു സാഹചര്യത്തിൽ നിരവധിയായ ഒരു കുടിയേറ്റം അഫ്ഗാനിസ്ഥാനിൽ നിന്നും അമേരിക്കയിലേക്ക് ഉണ്ടായിട്ടുണ്ട്. അത്തരത്തിലുണ്ടായ ഒരു കുടിയേറ്റക്കാരനാണ് ഈ നാഷണൽ ഗാർഡുകളെ വെടിവെച്ച അക്രമി എന്നതാണ് ഒരു യാഥാർത്ഥ്യം. ആ ഒരു പശ്ചാത്തലത്തിൽ കൂടിയാണ് അഫ്ഗാൻ പാസ്പോർട്ട് ഹോൾഡേഴ്സിനെ മുഴുവൻ നിയന്ത്രിക്കുക അല്ലെങ്കിൽ അവർക്ക് വിസ നൽകേണ്ടതില്ല എന്നൊരു തീരുമാനത്തിൽ ഇപ്പോൾ എത്തിയിരിക്കുന്നത്. നേരത്തെ ഉണ്ടായിരുന്ന 2021 മുതലുള്ളവരുടെ വിസ കാലാവധി പരിശോധിച്ച് അവരെ തിരിച്ചയക്കാനുള്ള നീക്കം ഇപ്പോൾ ഈ വെടിയുതിർത്ത അറസ്റ്റിലായ റഹ്മാനുള്ള അത്തരത്തിൽ ഈ ഒരു മാസം മുമ്പ് ഇയാളുടെ വിസ സെപ്റ്റംബറിൽ വിസ റദ്ദാവുകയും അല്ലെങ്കിൽ കാലാവധി കഴിയുകയും ചെയ്തിരുന്നു. എന്നിട്ടും അവിടെ തുടരുകയായിരുന്നു. അത്തരത്തിലുള്ള ആളുകളെ കണ്ടെത്തുന്നതിനുള്ള നീക്കങ്ങൾ നടത്തുന്നതിൻ്റെ ഭാഗമായാണ് അഫ്ഗാനിസ്ഥാനിലെ പാസ്പോർട്ടുകളെല്ലാം തന്നെ നിരോധിച്ചുകൊണ്ട് അല്ലെങ്കിൽ അഫ്ഗാൻ പാസ്പോർട്ടുള്ളവർക്കുള്ള വിസ നിരോധിച്ചുകൊണ്ടുള്ളൊരു തീരുമാനം ട്രംപിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നത്.